ആരും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് പഠിക്കും, ഇതിനെ നമ്മൾ മാറ്റി നിർത്തും. സ്റ്റാറ്റിയും റിസർച്ചും നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പക്ഷെ അങ്ങനെയല്ല, കൃത്യമായിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഹലോ നമസ്കാരം, ഞാൻ വൈശാഖ്. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് HSST സുവോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ബേസ്ഡ് ഓൺ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കും, എന്തിനാണ് ഇപ്പോഴേ പ്രധാനപ്പെട്ട ടോപ്പിക്സ് അല്ലെങ്കിൽ റിവിഷനൊക്കെ ഇപ്പോഴേ എന്താണ് ചെയ്യുന്നതെന്ന്. പക്ഷേ നോർമലായിട്ട് ഒരു കാൻഡിഡേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് എക്സാം വരട്ടെ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരട്ടെ, കൺഫർമേഷൻ വരട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സമയം കളയും. അവസാനം പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും, പെട്ടെന്ന് കൺഫർമേഷൻ വരും, നമുക്ക് പഠിക്കാൻ സമയം കിട്ടില്ല. അപ്പം നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറണമെങ്കിൽ, നിങ്ങൾക്ക് ജോലി കിട്ടണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഉള്ള ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം. അതായത് നാളെയാണ് എക്സാം എന്നുള്ള ഒരു ചിന്തയിൽ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റും. നമുക്ക് ഒരു ക്രാക്ക് ചെയ്യേണ്ട എക്സാം, CSIR പോലെയോ സെറ്റ് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ കേറ്ററ്റ് പോലെയോ ക്രാക്ക് ചെയ്യേണ്ട ഒരു എക്സാം അല്ല ഇത് അല്ലേ. അല്ലെങ്കിൽ വെറുതെ കട്ട് ഓഫ് ക്രോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടില്ല. നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ, അല്ലെ, നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ വരണം. അങ്ങനെ നിങ്ങൾക്ക് മുകളിൽ വരണമെങ്കിൽ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇന്ന് മുതൽ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്ത് തുടങ്ങാത്ത ആൾക്കാർ ഇന്ന് മുതൽ വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട മസ്റ്റ് സ്റ്റഡി ടോപ്പിക്കാണ് നമ്മൾ, ബേസ്ഡ് ഓൺ പ്രീവിയസ് ആണ് പറയുന്നത്, മസ്റ്റ് സ്റ്റഡി ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫിസിയോളജി ബയോകെമിസ്ട്രി ആണ്. ഇവിടുന്ന് ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം സിലബസിൽ 10 മാർക്കാണ് നമുക്ക് ഉണ്ടായിരുന്നത്. 5 വെച്ച് ചോദിക്കും, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഏരിയ പറയാം. നോക്കിക്കേ, ഹോർമോൺസ് നോക്കിക്കോണം. ആ ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട്, ആ ഹോർമോൺസ് നോക്കിക്കോണം. അതിൽ പ്ലാസെന്റൽ ഹോർമോൺ വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്രോത്ത് ഹോർമോൺ മാത്രം പോരാ, മൊത്തത്തിൽ നോക്കണം. എന്നാലും അവിടെ പ്രീവിയസ് ഉണ്ട്, അതുകൊണ്ട് ഗ്രോത്ത് ഹോർമോൺ. ദെൻ നെക്സ്റ്റ് വൺ ഡിസീസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടോ, ഈ ഡിസീസൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് മാത്രമൊന്നുമല്ല, ബാക്കിയും ചോദിക്കാം. സോ ആ ടേബിൾ ഫുള്ളായിട്ട് പഠിച്ചേക്കുക. ദെൻ എൻസൈം മൈക്കിളിസ് മെന്റൻ കൈനറ്റിക്സ്. അപ്പോൾ അവിടെ വിമാക്സ്, KM, കണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം പോവാനായിട്ട്. വിമാക്സ്, KM, അങ്ങനെ ടെർമിനോളജീസ് നോക്കണം. ഇൻഹിബിഷൻ, എൻസൈം ഇൻഹിബിഷൻ, കോമ്പറ്റേറ്റീവ് ഏതാണ് അല്ലെങ്കിൽ എന്താണ് നോൺ കോമ്പറ്റേറ്റീവ്, അങ്ങനത്തെ കാര്യങ്ങൾ. അവിടെ KMനും വിമാക്സിനും എന്ത് വ്യത്യാസം വരുന്നു, കണ്ടോ. ഐസോസൈം അല്ലെ, ഐസോസൈം ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ മൈക്കിളിസ്, ആ ഇക്വേഷൻ പഠിച്ചേക്കണം. കാരണം ഇക്വേഷൻ തന്നിട്ട് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് മൈക്കിളിസ് മെന്റൻ ഇക്വേഷൻ എന്ന് ചോദിക്കാം. അപ്പോൾ അത് നമ്മൾ ഡിറൈവ് ചെയ്യണമെന്നല്ല, ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് ബൈഹാർട്ട് ചെയ്യണം മനസ്സിലാക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ ബയോകെമിസ്ട്രിയിൽ. ദെൻ നെക്സ്റ്റ് വൺ മെറ്റബോളിസത്തിലേക്ക് വരുമ്പോൾ ഗ്ലൈക്കോളൈസിസ്, TCA സൈക്കിൾ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ പഠിച്ചേക്കണം. ക്വസ്റ്റ്യൻ ഉണ്ട് അവിടുന്ന്. ദെൻ നമ്മുടെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, കൊളസ്ട്രോൾ റെഗുലേഷൻ. സ്റ്റാറ്റിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു. സ്റ്റാറ്റിൻ ആരെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് അല്ലേ? സ്റ്റാറ്റിൻ ഇൻഹിബിറ്റ് HMG-CoA റിഡക്റ്റേസ് അല്ലേ, നമ്മുടെ കൊളസ്ട്രോൾ ബയോസിന്തസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെർവ് മസിൽ ഫിസിയോളജി, ധാരാളം ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ചോദിക്കാം. നെർവ് ഇമ്പൾസ് കണ്ടക്ഷൻ, സിനാപ്സ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഡിസീസ് അവിടെ നിന്ന് വരാം കേട്ടോ, ഡിസീസുകൾ. ദെൻ അടുത്തത് ഫസ്റ്റ് മൊഡ്യൂള് ഞാൻ ഏറ്റവും ഹോട്ട് ടോപ്പിക്സാണ് പറയുന്നത്, ഒന്ന് നോക്കിയേക്കണം. നെക്സ്റ്റ് വൺ മോളിക്കുലർ ബയോളജി, ബയോടെക്നോളജി. എഗെയിൻ 10 മാർക്സ് ആണ് ഇവിടുന്ന് വരിക. മോളിക്കുലർ ബയോളജി നമുക്കറിയാം, എല്ലാ എക്സാമിനും കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഈ രണ്ടും, മോളിക്കുലർ ബയോളജിയും സെൽ ബയോളജിയും. അതെ, ഇൻഡെപ്ത് ആയിട്ട് ചോദിക്കും, പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നല്ല തറവായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് മോളിക്കുലർ ബയോളജി. സോ അവിടെ DNA RNA പഠിക്കണം. അതിൽ തന്നെ റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം. പിന്നെ അതുകൂടാതെ എന്താണ് നമ്മുടെ ഓപ്രോൺസ് ഒന്ന് നോക്കിയേക്കണം. ദെൻ കണ്ടോ, ഓപ്രോൺസ്, അതുപോലെ ട്രാൻസ്ക്രിപ്ഷൻ്റെ കാര്യങ്ങൾ, ട്രാൻസ്ലേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് അവിടെ നിന്ന് പറയാനുള്ളത്. ദെൻ ബയോടെക്കിലോട്ട് വരുമ്പോൾ എൻസൈംസ് ആണ് ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത്. റെസ്ട്രിക്ഷൻ എൻസൈംസ്, അതിൻ്റെ ടൈപ്പ് കണ്ടോ, ടൈപ്പ് നമ്മൾ നോക്കുമ്പോൾ 3 ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ 4 ടൈപ്പ് നമുക്ക് പറയാം.
ബേസിക്കലി 3 ടൈപ്പ് ആദ്യം പഠിക്കുക. അപ്പോൾ ആ ടൈപ്പിൽ വരുന്ന വ്യത്യാസം, ഏതിനാണ് ATP വേണ്ടത്, ഏതിനാണ് മഗ്നീഷ്യം വേണ്ടത്, സാം വേണ്ടത് എന്നൊക്കെ ഒന്ന് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് കറക്റ്റ് റെസ്ട്രിക്ഷൻ സൈറ്റിൽ ക്ലീവ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ദെൻ പ്രോബ്, പ്രൈമർ, കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോബ് ആൻഡ് പ്രൈമർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബ്ലോട്ടിംഗ്, ഒരു ടേബിൾ ഉണ്ട്, ടേബിൾ നോക്കണം. PCR-ന്റെ സ്റ്റെപ്സും ടെമ്പറേച്ചറും നോക്കണം. പ്രൈമർ നമ്മൾ കുറച്ച് ഇൻഡെപ്ത് പോകണം. പ്രൈമറിൻ്റെ പ്രത്യേകതകൾ, പ്രൈമർ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. സീക്വൻസിങ്, നമുക്ക് സാങ്കറും ആക്സം ഗിൽബർട്ടും പഠിക്കാനുണ്ട്. പേര്, പ്രിൻസിപ്പിൾ, മെത്തഡോളജി. അതായത് സാങ്കർ സീക്വൻസിങ്ങിൽ ഡൈഡിയോക്സി സീക്വൻസിങ് ആണ്, മറ്റേതിൽ കെമിക്കൽ ഡീഗ്രഡേഷൻ ആണ്. പഠിക്കണം, ചോദിക്കും, എല്ലാ എക്സാമിനും ചോദിക്കും. ദെൻ അടുത്തത് ദെൻ ലൈബ്രറീസ്, നമ്മുടെ ജീനോമിക് ആൻഡ് CDN ലൈബ്രറീസ്. പിന്നെ ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്കും ട്രാൻസ്ജനിക് അനിമൽ ഇമ്പോർട്ടൻ്റ് ആണ്. മോളിക്കുലർ മാർക്കേഴ്സ്, ജീൻ തെറാപ്പി, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയിട്ടേ എക്സാമിന് പോകാൻ പാടുള്ളൂ. നെക്സ്റ്റ് വൺ ജെനറ്റിക്സും ഡെവലപ്മെൻറ്റ്. നമുക്ക് കുറച്ചേ ഉള്ളൂ സിലബസ് എന്ന് പറയുന്നത് ചെറുതാണ്, പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ഉള്ള സാധനം ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചേ പറ്റുള്ളൂ. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നോക്കിക്കേ, മെൻഡലിയൻ ലോസ്, ക്രോസിംഗ് ഓവർ, ജനറ്റിക് കോഡോൺസ്. ഈ കോഡോൺസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ജനറ്റിക് കോഡ് പഠിക്കുമ്പോൾ വെറുതെ സ്റ്റോപ്പ് കോഡോണും അല്ലെങ്കിൽ സ്റ്റാർട്ട് കോഡോണും പഠിച്ചിട്ട് പോയാൽ പോരാ, കുറച്ചുകൂടെ നിങ്ങൾ പോകണം. ആ ടേബിൾ ഫുള്ളായിട്ട് പഠിക്കണം. ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡ് എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കോഡോൺ തന്നിട്ട് അമിനോ ആസിഡ് തന്നിട്ട് കോഡോണോ ചോദിക്കാം. ഒന്ന്, ഇതെല്ലാവർക്കും അറിയാം. സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്നത് യൂഗോ, എവേ, ഗോപാൽ, ഒപ്പാൽ അല്ലേ. URA ചോർ, ഒക്കർ. URA ഗാംബ്ലർ, ആംബർ. ഇതെല്ലാവർക്കും അറിയാം. അറിയില്ലെങ്കിൽ അത് പഠിച്ചോണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമിനും ചോദിക്കും. ഇത് രണ്ടും മാത്രം പഠിച്ചിട്ട് പോയാൽ പോരാ. ആ ടേബിൾ ഫുള്ളിന് ട്രിക്കുണ്ട്, നമുക്കത് പിന്നീട് കാണാം. ആ ടേബിൾ ഫുള്ളൊന്ന് പഠിക്കണം. അവിടുന്ന് ഇടയ്ക്കുന്ന് ചോദിക്കും, സിമ്പിളായിട്ട് നമുക്കത് പഠിക്കാവുന്നതേ ഉള്ളൂ. നമുക്കതൊരു വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, സോ ജനറ്റിക് കോഡോൺ പഠിച്ചേക്കണേ. ലയോൺ ഹൈപ്പോത്തസിസ്, മ്യൂട്ടാജൻസ്, അവിടെ ഇഷ്ടം പോലെ ചോദിക്കാം. എത്തിഡിയം ബ്രോമൈഡ് എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ UV ലൈറ്റ് എന്താ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. റിപ്പയർ ചോദിക്കാം, ബേസ് അനലോഗ് ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സിൻഡ്രോം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നമുക്ക് അതിൽ ഡൗൺ സിൻഡ്രോം കാണാം, അല്ലെങ്കിൽ ടർണറോ ഈ പറയുന്ന ക്ലിൻഫിൽട്ടറോ കാണാം. ഉറപ്പായിട്ടും ചോദിക്കും. ഒരു ടേബിൾ ഉണ്ട്, എഗെയിൻ ടേബിൾ പഠിച്ചോളുക. ദെൻ സിക്കിൾ സെൽ അനീമിയ, ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ് ഇവിടുന്ന് ചോദിക്കുന്നത്. അതായത് ഗ്ലൂട്ടാമിൻ വാലിനായിട്ട് മാറുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാം കേട്ടോ, പഠിച്ചേക്കുക. ദെൻ ഡെവലപ്മെൻറ്റൽ ബയോളജി കുറച്ചേ ഉള്ളൂ പഠിക്കാൻ, അത് വൃത്തിയായിട്ട് പഠിച്ചേക്കുക. ഇവിടെ ചോദിച്ചേക്കുന്നത് സ്പേമിൻ്റെ എൻസൈമിൻ്റെ കാര്യമൊക്കെയാണ്. ക്ലീവേജിൻ്റെ കേസിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരാം. ടൈപ്പ് ഓഫ് ക്ലീവേജ്, എക്സാമ്പിളാണ് അവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ക്ലീവേജിൽ ഫോക്കസ് ചെയ്യേണ്ടത് എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഓരോ ടൈപ്പ് ഓഫ് എഗ്ഗ്, അതുപോലെ ടൈപ്പ് ഓഫ് ക്ലീവേജ്, അതിൻ്റെ എക്സാമ്പിൾ. ചിലപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ ചോദിക്കാം. അതായത് നമ്മുടെ യോക്ക് അല്ലെ ക്ലീവേജുമായിട്ടുള്ള ബന്ധം എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ചോദിക്കാം. ദെൻ ബ്ലാസ്റ്റുല, ഗ്യാസ്ട്രുല, എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജി അല്ലെ, ഇൻഡക്ഷൻ, ന്യൂറിലേഷൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കുറച്ചേ ഉള്ളൂ പഠിക്കാൻ, അതൊന്ന് വൃത്തിയായിട്ട് പഠിച്ചാൽ മതി. നെക്സ്റ്റ് വൺ ഈസ് മൈക്രോബയോളജി ആൻഡ് ഇമ്മ്യൂണോളജി ആണ്. 10 മാർക്കാണ് ഇവിടുന്നും. ഇവിടെ ഒത്തിരി ഏരിയ ഉണ്ട് ചോദിക്കാനായിട്ട്. ഇപ്പം പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. പോസിറ്റീവിൽ തീക്കോയിക് ആസിഡ് ഉണ്ട് അല്ലേ, പെപ്റ്റോഗ്ലൈക്കൻ തിക്കാണ്. നെഗറ്റീവിൽ എന്താണ്, LPS ലെയർ ഉണ്ട്, അതിൻ്റെ പ്രത്യേകത ചോദിക്കാം. അതുപോലെ തന്നെ തിന്നായിട്ടുള്ള പെപ്റ്റോഗ്ലൈക്കനാണ്. അതൊക്കെയാണ് അവിടെ നിന്നുള്ളത്. കൾച്ചർ മീഡിയയിലെ ആ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കണം. അവിടുന്ന് ഇടയ്ക്കെന്നെടുത്ത് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു വില്ലനായിട്ട് വരരുത്, പഠിച്ചോണം ഇത് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് വൈറസ്. സെയിം മൈക്രോബയോളജിയിൽ വൈറസ്. അവിടെ നോക്കിക്കേ, കുറച്ച് ഇൻഡെപ്ത് പോയിരുന്നു. നമുക്ക് ആകെ കൂടെ സാലിയൻ ഫീച്ചേഴ്സേ പഠിക്കാനുള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻ നോക്കിക്കേ, കുറച്ച് ഇൻഡെപ്ത് പോയിരുന്നു. അപ്പോൾ നമ്മൾ അത് കണ്ടിട്ട് വേണം പഠിക്കാനായിട്ട്. വെറുതെ സാലിയൻ ഫീച്ചേഴ്സ് മാത്രം പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. കാരണം വൈറസിൻ്റെ കേസിൽ കുറച്ച് ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. ദെൻ അടുത്തിട്ട് മൈക്കോപ്ലാസ്മ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി, ഫെർമെൻറ്റേഷൻ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും സിലബസിൽ ഇല്ലെങ്കിൽ പോലും ക്വസ്റ്റ്യൻ വന്നത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇമ്മ്യൂണോളജി ആണ്. ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി, ഇന്നേറ്റ്, അക്വയർഡ്, MHC ക്ലാസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ടേബിൾ ഉണ്ട്, പഠിച്ചേക്കാം. ദെൻ ആൻറ്റിജൻ, ആൻറ്റിബോഡി, ബോണ്ട്, ഇൻട്രാക്ഷൻ പഠിച്ചേക്കാം. ഓട്ടോ ഇമ്മ്യൂണിറ്റി, കോംപ്ലിമെൻറ്റ് സിസ്റ്റം. ഈ ടൈപ്പ് ഓഫ് കോംപ്ലിമെൻറ്റ് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നിലും വരുന്ന
വ്യത്യാസം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. പിന്നെ വരുന്നത് എക്കോളജി, കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ് അല്ലേ. എക്കോളജി, എത്തോളജി, ബയോഡൈവേഴ്സിറ്റി വരുന്ന പോർഷൻ. ഇവിടെ സക്സഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്. നിഷും ഈ ഒരു കൺസെപ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. ചിലപ്പോൾ ഈ എക്കോളജി കയറി ചോദിക്കും. അപ്പം നിഷൊക്കെയാണ് ആദ്യമേ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ ഏതാ ഗ്രോത്ത് കർവ്, പൊല്യൂഷൻ ചോദിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചേക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എത്തോളജി. എത്തോളജിയിൽ ലേണിംഗ്, ഈ ടേംസ് ഒക്കെ പഠിക്കാതെ എക്സാമിന് പോകാൻ പാടില്ല. ലേണിംഗ്, പല ടൈപ്പ് ഓഫ് ലേണിംഗ് ഉണ്ട് അല്ലെ. ഹാബിറ്റുവേഷൻ, ക്ലാസിക്കൽ, ഓപ്പറന്റ് കണ്ടീഷനിങ്, പിന്നെ ഹണി ബീർ ഡാൻസ് ഉണ്ടല്ലോ, പല ടൈപ്പ് ഓഫ് ഡാൻസ്, അതൊക്കെ നോക്കണം. ദെൻ ബയോഡൈവേഴ്സിറ്റി, ഹോട്ട്സ്പോട്ട് പഠിക്കണം. പിന്നെ ഉണ്ട് ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷൻ, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ പഠിച്ചിട്ട് പോകണം. ഓരോന്നിനും ഇൻസിറ്റു ഏതാണ്, എക്സിറ്റു ഏതാണ് പഠിക്കണം. ഒരു ടേബിൾ ആക്കിയത് പഠിച്ചേക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ സിസ്റ്റമാറ്റിക്സ് ആൻഡ് എവല്യൂഷൻ. അത് ഫസ്റ്റ് കിടക്കുന്നതാണ്, സിസ്റ്റമാറ്റിക്സ് ആൻഡ് എവല്യൂഷൻ. ICZN എക്സ്പാൻഷൻ ഉൾപ്പെടെ ചോദിക്കാം. ദെൻ ക്ലാഡിസ്റ്റിക്സ്, ടൈപ്പ് ഓഫ് ടാക്സോണമി ഉണ്ട്, ന്യൂമറിക്കൽ ടാക്സോണമി മാത്രം പോരാ, ന്യൂമറിക്കൽ ടാക്സോണമി, മോളിക്കുലാർ, അതിനകത്ത് ഇല്ല, അതും കൂടെ ആഡ് ചെയ്തേക്കണം. മോളിക്കുലാർ ടാക്സോണമി ഒക്കെ നോക്കിയിട്ട് പോകണം. പിന്നെ ഈ വക സാധനം സിന്നപ്പോമോർഫി, അപ്പോമോർഫി, പ്ലീസോമോർഫി, ഇത് മാത്രമേ ഇട്ടുള്ളൂ എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് അന്നതാണ് ചോദിച്ചത്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം ചോദിക്കാം, പ്ലീസോമോർഫിയോ ഒക്കെ ചോദിക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. എവല്യൂഷൻ നമ്മൾ നോക്കുമ്പോൾ ലാമാർക്കിസം, ഇക്വിലിബ്രിയം, ഡാർവിൻ്റെ തിയറീസ് ഒക്കെ പഠിച്ചോളുക. ഒരെണ്ണം അല്ല അതിൻ്റെ അർത്ഥം, എല്ലാം പഠിച്ചോളുക, തിയറീസ് പഠിക്കണം. ദെൻ മൈക്രോ എവല്യൂഷൻ, മാക്രോ എവല്യൂഷൻ, കോ എവല്യൂഷൻ സ്ഥിരം ചോദ്യമാണ്, കോ എവല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മോഡേൺ സിന്തസിസ്, ദെൻ ബയോസ്റ്റാറ്റി ആൻഡ് ആരും ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് പഠിക്കും, ഇതിനെ നമ്മൾ മാറ്റി നിർത്തും. സ്റ്റാറ്റിയും റിസർച്ചും നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പക്ഷെ അങ്ങനെയല്ല, കൃത്യമായിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മളത് നോട്ട് ചെയ്യുന്നില്ല, നമ്മൾ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അത്രയും ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നില്ല. ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റുള്ളൂ. നമ്മൾ കൃത്യമായിട്ട് ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം. നല്ല രീതിയിൽ, നല്ല ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഒരു റീസെൻറ്റ് ട്രെൻഡ് അനുസരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് മെയിൻ, മീഡിയൻ, മോഡ്, പ്രോബ്ലം ഉൾപ്പെടെ ചോദിക്കാം. ഞാൻ പറയുന്ന വലിയൊരു പ്രോബ്ലം അല്ല, സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോബ്ലംസ്. നമുക്കതിനുള്ള ഹിസ്റ്ററി ഉണ്ട്, അങ്ങനത്തെ ചോദ്യം ചോദിച്ച് ഹിസ്റ്ററി ഉണ്ട്. മീനോ, മീഡിയനോ, മോഡോ ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചേക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതുപോലെ തന്നെ ടൈപ്പ് 1, ടൈപ്പ് 2 എററൊക്കെ ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്പിളിംഗ് മെത്തേഡിൽ നിന്ന് ക്വസ്റ്റ്യൻ, ഇങ്ങനെ ക്രോസ് മാച്ച് ദ ഫോളോവിങ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ചോദിക്കാം. സ്റ്റാറ്റി വിട്ട് കളയരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ റിസർച്ച് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ കുറേ സാധനങ്ങളുണ്ട്. ദ ആക്ഷൻ റിസർച്ച്, പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്, ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക്ക്, ടീച്ചിങ് മോഡൽസ്, അതും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. കൃത്യമായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് 5 വെച്ച് ചോദിക്കും, അതുകൊണ്ട് അത് വിട്ട് കളയരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ദ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മെത്തഡോളജി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് പറയുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു റിവിഷൻ സ്ട്രാറ്റജി ആയിട്ട് ഇത് നോക്കുക. അതായത് ഈ ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ് നമ്മൾ ഷുവറായിട്ട് കവർ ചെയ്യണം, ഇതിൻ്റെ മേളിലേക്ക് ബിൽഡ് ചെയ്യണം. ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം കണ്ടെത്തി ചെയ്യണം. നമുക്ക് ആ കൂടി ഒരു ചെറിയ സിലബസാണ് ഉള്ളത്. അപ്പം മാക്സിമം ഇൻഡെപ്ത് പോവുക, മാക്സിമം നല്ല രീതിയിൽ അത് ഉൾക്കൊണ്ട് പഠിക്കുക. കാരണം ക്വസ്റ്റ്യൻസ് വരുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള, ആകെ 4 ഓപ്ഷൻസാണ് നമുക്ക് ഉണ്ടാവുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ് അല്ലേ, നമുക്ക് ഈസി ആയിട്ട് ഏതെങ്കിലും രണ്ടെണ്ണം എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. 2 പേരാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ ഇതിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ആർക്കും ഈ സ്റ്റെപ്പ് ഈസി ആയിട്ട് പൂർത്തിയാക്കാം. 1ഉം 2ഉം അല്ലെങ്കിൽ 2 ഓപ്ഷൻ ഈസി ആയിട്ട് കളയാൻ പറ്റും. ഇവിടെയാണ് പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് പ്രശ്നം വരിക. ഈ 2 ഓപ്ഷൻ, ബാലൻസ് 2 ഓപ്ഷനാണ് പ്രശ്നം വരിക. അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഫോക്കസ് അല്ലേ. നിങ്ങൾ കുറേ കൂടെ ഡെപ്തിൽ നല്ല രീതിക്ക് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് മാത്രമേ, ഒരു കാൻഡിഡേറ്റിന് മാത്രമേ ഇവിടെ സ്കോർ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു ആൻസറിലേക്ക്, നമ്മുടെ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ അങ്ങനെ എത്തണമെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്ട്രാറ്റജിയിൽ നല്ല ഇൻഡെപ്ത് ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി ക്ലാരിറ്റിയോട് കൂടി പഠിച്ചു പോയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അല്ലേ പല ടെക്സ്റ്റ് ബുക്ക് നോക്കേണ്ടി വരും.
ധാരാളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റെഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു പഠിക്കുന്ന സമയത്ത് ഇത് പോസിബിൾ ആവണം എന്നില്ല, കാരണം നമ്മുടെ സമയം പോകുന്ന പരിപാടിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു തേർഡ് പാർട്ടി ഏൽപ്പിക്കുക. അതാണ് കോച്ചിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, HSST സുവോളജി. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് പോവാം. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.